ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? വളരെ ഈസി ആയിരുന്നു അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കൽ കൂടി നോക്കാം. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമെ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം. അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. പ്രീ KG ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിന് ട്യൂഷൻ ഉണ്ടാവും. പ്രീ KG ക്ലാസ്സസ്, LKG UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം, ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും. എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ. ആനുവൽ എക്സാം 2023-2024 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ STD 2-ൻ്റേതാണ്. 1ാമത്തെ ആക്ടിവിറ്റിയായിട്ട് ചോദിച്ചിരുന്നത് കോൺവെർസേഷൻ ആയിരുന്നു. റൗളി came back home. Her mother became very happy. Where were you? The mother asked. Complete the conversation between Rowley and her mother. റൗളിയും അമ്മയും തമ്മിലുള്ള കോൺവെർസേഷനാണ്. റൗളി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മ വളരെ സന്തോഷത്തിലാണ്. അമ്മ ചോദിക്കുകയാണ്, where were you? നീ എവിടെയായിരുന്നു? അപ്പോൾ റൗളി മറുപടി പറയുന്നു. അമ്മ വീണ്ടും ചോദിക്കുകയാണ്, who gave you the glasses and the hat? ആരാണ് നിനക്ക് ഈ ഗ്ലാസും തൊപ്പിയും തന്നത്? ബാക്കി അറിയാലോ. കോൺവെർസേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ സെൻറ്റൻസിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു കോൺവെർസേഷൻ. 2ാമത്തെ ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്നുള്ളതായിരുന്നു. ഇവിടെ നോക്കി, ലിസിയും സാമും ഉണ്ട്. ലിസി ആൻഡ് സാം വെന്റ് ടു എ ഗാർഡൻ. അവർ ഗാർഡനിലേക്ക് പോയി. ഈ പിക്ചർ ഇതൊരു ഗാർഡൻ ആണ്. ഗാർഡനിൽ ഒരു പോണ്ട് ഉണ്ട്. ദർ ഇസ് എ പോണ്ട്. സാം എന്ത് ചെയ്യുന്നു? സാം ഈസ് ഫിഷിംഗ് ഇൻ ദ പോണ്ട്. അപ്പോൾ എന്താണോ നിങ്ങളുടെ ആശയത്തിൽ വരുന്നത് അത് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ഇവിടെ ബട്ടർഫ്ലൈസ് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഹിൽ കാണുന്നുണ്ട്, സാമിൻ്റെ അടുത്തൊരു ട്രീ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക എന്നുള്ളതായിരുന്നു 2ാമത്തെ ആക്ടിവിറ്റി. ഇത് ഓരോ കുട്ടികളും ഓരോ രീതിയിലാണ് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. 3ാമത്തെ ആക്ടിവിറ്റി റീഡ് ആൻഡ് ഡ്രോ. ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് ഡു യു സീ ഹിയർ? ഇവിടെ എന്താ കാണുന്നേ? നോക്കിയേ. ഡു യു വോണ്ട് ടു കളർ ദ പിക്ചർ? ഇതെന്താണ്? നമുക്ക് ഇത് ചെയ്യണം. ഡു യു വോണ്ട് ടു കംപ്ലീറ്റ് ദ പിക്ചർ? ഈ പിക്ചർ നമുക്ക് കംപ്ലീറ്റ് ചെയ്താലോ? എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? നോക്കിയേ, ഇതൊരു ട്രീ ആണ്. ഇതാ ഇവിടെ എന്തോന്നുണ്ട്. എന്താ? നെസ്റ്റാണ്. അപ്പോൾ ബാക്കി നമുക്ക് വരയ്ക്കണ്ടേ? റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് കംപ്ലീറ്റ് ദ പിക്ചർ. താഴെയുള്ള സെൻറ്റൻസ് വായിച്ചിട്ട് ഈ പിക്ചർ കംപ്ലീറ്റ് ചെയ്യണം.
ഡ്രോ സം ലീവ്സ് ഓൺ ദ ട്രീ. ട്രീയിൽ ഇലകൾ വരയ്ക്കുക. ഡ്രോ 4 മാംഗോസ് ഓൺ ദ ട്രീ. 4 മാമ്പഴം ഈ ട്രീയിൽ വരയ്ക്കുക. ഡ്രോ 2 സ്മോൾ എഗ്സ് ഇൻ ദ നെസ്റ്റ്. 2 ചെറിയ മുട്ടകൾ ഈ നെസ്റ്റിനുള്ളിൽ വരയ്ക്കുക. ഡ്രോ 3 ബേർഡ്സ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. 3 പക്ഷികൾ പറന്നു പോകുന്നതായിട്ട് വരയ്ക്കുക. ശ്രദ്ധിക്കണം കേട്ടോ, എത്ര എണ്ണമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. 4, 2, 3. 4 മാംഗോസ്, 2 സ്മോൾ എഗ്സ്, 3 ബേർഡ്സ് എന്നായിരുന്നു. ഡ്രോ എ പ്ലാന്റ് അണ്ടർ ദ ട്രീ. ഈ ട്രീയുടെ അടിയിൽ ഒരു ചെടി വരയ്ക്കുക. ഇങ്ങനെ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് വായിച്ച് അതുപോലെ കംപ്ലീറ്റ് ചെയ്യുക, വരയ്ക്കുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. റീഡ് ആൻഡ് ഡ്രോ ആണ് മൂന്നാമത്തെ ആക്ടിവിറ്റി. ഓക്കെ, നാലാമത്തെ ആക്ടിവിറ്റിയായിട്ട് ചോദിച്ചിരുന്നത് വാട്ട് ആർ ദേ ഡൂയിങ്? അവർ എന്താണ് ചെയ്യുന്നത്? ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ്. ഇവിടെ നോക്കി, ഇത് ഒരു ബോയ് ആണ്. ആൺകുട്ടി എന്ത് ചെയ്യുന്നു? ഓടുന്നു. ദ ബോയ് ഈസ് റണ്ണിങ് ഫാസ്റ്റ്. വേഗത്തിൽ ഓടുന്നു. ദ ബോയ് ഈസ് റണ്ണിങ് ഫാസ്റ്റ്. ഇവിടെ മങ്കിയാണ്. മങ്കി എന്ത് ചെയ്യുന്നു? ക്ലൈംബിങ്, കയറുന്നു. ദ മങ്കി ഈസ് ക്ലൈംബിങ് ഓൺ എ ട്രീ. ദ മങ്കി ഈസ് ക്ലൈംബിങ് ഓൺ എ ട്രീ. ഗേൾ എന്ത് ചെയ്യുന്നു? വെള്ളം കുടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എഴുതുക, ദ ഗേൾ ഈസ് ഡ്രിങ്കിങ് വാട്ടർ. ദ ഗേൾ ഈസ് ഡ്രിങ്കിങ് വാട്ടർ. ബേർഡ് എന്ത് ചെയ്യുന്നു? ഫ്ലൈയിങ്, പറക്കുന്നു. ദ ബേർഡ് ഈസ് ഫ്ലൈയിങ്. ദ ബേർഡ് ഈസ് ഫ്ലൈയിങ്. ഇവിടെ നോക്കി, കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഫുട്ബോൾ കളിക്കുന്നു. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഫുട്ബോൾ. ചിൽഡ്രൻ ആർ പ്ലേയിങ് ഫുട്ബോൾ. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്നാണ് എഴുതേണ്ടിയിരുന്നത്. എല്ലാവരും അത് ശരിയായിട്ട് എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഈസി ആയിരുന്നില്ലേ? ഈസി ആയിരുന്നു. ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് ക്രോസ് വേർഡ് പസിലാണ് അഞ്ചാമത് ചോദിച്ചിരുന്നത്. റീഡ് ദ ക്ലൂസ് ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. ക്ലൂസ് വായിച്ചിട്ട് പസിൽ കംപ്ലീറ്റ് ചെയ്യുക. ഒന്നാമത്തേത് എക്രോസ്. എക്രോസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ലെഫ്റ്റ് ടു റൈറ്റ്. ഐ ആം ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്. എലിഫന്റ്. രണ്ടാമത് എന്താണ്? ഐ ക്യാൻ സീ അറ്റ് നൈറ്റ്. 2 ഔൾ. ഐ ആം എ വൈൽഡ് ആനിമൽ. ഐ ക്യാൻ ഹൗൾ. 3 ഫോക്സ്. ഐ ആം ദ കിങ് ഓഫ് ദ ഫോറസ്റ്റ്. 1 ഡൗൺ. ലയൺ. ഐ ഹാവ് എ ലോങ് നെക്ക്. ഐ ആം വെരി ടോൾ. എനിക്ക് നീളമുള്ള കഴുത്തുണ്ട്, ഞാൻ വളരെ പൊക്കമുള്ളതാണ്. ജിറാഫ്. ഇതായിരുന്നു ആൻസർ. അപ്പോൾ ഇതും എല്ലാ കുട്ടികൾക്കും വളരെ എളുപ്പമുള്ള രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. എല്ലാവരും ഇതിന് ആൻസർ എഴുതിയിട്ടുണ്ടാകും. സ്പെല്ലിംഗ് തെറ്റാതെ എഴുതിയല്ലോ അല്ലേ? ഓക്കെ ചിൽഡ്രൻ, ബൈ. താങ്ക് യു. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ മുതൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി. ഇത് നിങ്ങൾക്ക് കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും ഒത്തിരി കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കുവാനും പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷനിൽ ഒരുക്കിയിട്ടുണ്ട്. ഗണിതം പാടായിട്ടുള്ള ഒത്തിരി കുട്ടികൾ, മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ്സസ് എല്ലാം ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. അതിനു പുറമെ മറ്റൊരു കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് എക്സാം സ്വന്തമായിട്ടൊക്കെ നിങ്ങൾക്ക് എഴുതണ്ടേ? അപ്പോൾ സെൻറ്റൻസ് ക്രിയേഷൻ വേണ്ടേ? അതിനായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണ്ടേ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. LKG കുട്ടികൾക്കും UKG കുട്ടികൾക്കും അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് LKG UKG റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്. അതിനു പുറമെ മറ്റൊരു ക്ലാസ് കൂടിയുണ്ട് കേട്ടോ. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്, അതായത് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കണം. അക്ഷരങ്ങളൊക്കെ നല്ലതുപോലെ അറിഞ്ഞിരിക്കണം. മാത്തമാറ്റിക്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്കാണ് കേട്ടോ സ്പെഷ്യൽ ക്ലാസ്സസ് എല്ലാ സബ്ജക്ട്സും ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നുണ്ട്. അതിപ്പോൾ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ബേസിക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും അതിൽ ജോയിൻ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്കറിയാം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എക്സാം ക്ലാസ് നടക്കുവാണ്. പ്രീ KG ക്ലാസ്സസും LKG UKG റെഗുലർ ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിന് ട്യൂഷൻ ഉണ്ടാവും. പ്രീ KG ക്ലാസ്സസ്, LKG, UKG എല്ലാ ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം ആ ക്ലാസ്സിൻ്റെ കൂടുതൽ ആവശ്യങ്ങൾക്കായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഇവിടെ നൽകിയിട്ടുണ്ട് 9746487799. ഒരിക്കൽ കൂടി പറയാം 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. റിപ്ലൈ നൽകാൻ വൈകിയാൽ പേടിക്കേണ്ട, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ നൽകും. എല്ലാവർക്കും റിപ്ലൈ നൽകും കേട്ടോ.